അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഓരോന്നോരോന്നായി മനസ്സിലാക്കി കൃത്യമായി ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് ചിലത് നമുക്ക് പ്രതീക്ഷയുടേതാണ്, ചില കാര്യങ്ങൾ നമുക്ക് അത്ഭുതം ഉളവാക്കുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ചില സന്ദേഹങ്ങൾ നൽകുന്നതാണ്, ചില ആകുലതകൾ നൽകുന്നതാണ്, ചില ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നതാണ്. പ്രതീക്ഷയുടെയും സന്ദേഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ, ഒടുവിൽ അമേരിക്കയിലെ ന്യൂയോർക്കിൻ്റെ ഒരു മേയറായി ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ആ സമയത്ത് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഇസ്രായേൽ വിരുദ്ധ സമീപനമെടുത്ത ഒരു വ്യക്തി അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊസിഷനിൽ എത്തിച്ചേരുക എന്നുള്ളത് എങ്ങനെ സാധിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യം നമുക്ക് അത്ഭുതം നൽകുന്നതായിരുന്നു. അദ്ദേഹം ഏത് രീതിയിലുള്ള വ്യക്തിയാവട്ടെ എന്ന് നാം ചിന്തിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഐ ആം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്. എങ്ങനെയുള്ള മുസ്ലിമാണെന്ന് നമ്മളിവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. മറിച്ച് അങ്ങനെ പറയാൻ കഴിഞ്ഞിട്ട് കൂടി അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മോട് എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട്. അഥവാ എന്തൊക്കെയോ പ്രതീക്ഷകൾ എന്ന പോലെ നമുക്കതിൽ പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമത്തെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്നുള്ളത് ഇന്ത്യൻ സാഹചര്യമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്കറിയാം, വോട്ട് കൊള്ളയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, പലരും അതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിയാനയിൽ നിന്ന് കുറേ സ്പെഷ്യൽ ട്രെയിനുകൾ ബീഹാറിലേക്ക് വന്നതായി നമ്മൾ കാണുന്നു. അങ്ങനെയുള്ള ചില കാഴ്ചകളും ചില സംഗതികളും നമ്മൾക്ക് കാണാനിടയായി. അല്ലെങ്കിൽ അങ്ങനെയുള്ള വർത്തമാന കാല സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെയാണ് SIR, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞ് ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണം, തീവ്ര പരിഷ്കരണം എന്നാണ് അതിൻ്റെ മലയാളം. SIR എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നതേക്കുറിച്ച് പറയും. ഇതിനപ്പുറം വേറെയും ചില വർത്തമാന സാഹചര്യങ്ങളുണ്ട്, വാർത്തകളുണ്ട്. അതെന്താണ്? ചില സഹോദരങ്ങൾ തമ്മിൽ തല്ലി മരിക്കുന്നതായ സാഹചര്യം. അതെവിടെ നിന്നാണ്? പലസ്തീനിൽ നിന്നല്ല, സുഡാനിൽ നിന്ന്. ഇങ്ങനെയുള്ള ചില വർത്തമാന കാല സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇവിടെ വിശ്വാസികളായ നമുക്ക് എന്താണ് ബാധ്യത? ഓരോ ആഴ്ചയിലും നമ്മുടെ ബാധ്യതകളെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്, നമ്മളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രതിസന്ധി, നമ്മൾ പലപ്പോഴും പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകും. ആ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേ ആരാണ് നമുക്ക് ഡിഫൻഡറായി, പ്രതിരോധം തീർക്കാൻ ആരാണ് നമുക്കുള്ളത്? നമുക്കൊരുപാട് സംഗതികൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുർ റൂമിലെ ഒരു വചനം, 47-ാമത്തെ വചനം, വകാന ഹക്കൻ അലൈന നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു പറയുകയാണ്, വിശ്വാസികളെ സംരക്ഷിക്കുക, അവരെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. പക്ഷേ വിശ്വാസികളായിരിക്കണം, ബിലീവേഴ്സ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. സൂറത്ത് ഗാഫിറിലെ ഒരു വചനം, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്. നമ്മൾ നിശ്ചയമായും നാം നമ്മുടെ പ്രവാചകന്മാരെ സഹായിച്ചിട്ടുണ്ട്, സത്യവിശ്വാസികളെയും സഹായിച്ചിട്ടുണ്ട്. എവിടെ? ഫിൽ ഹയാത്തിദ് ദുനിയ, ഇവിടെ വെച്ച് തന്നെ, ദുനിയാവിൽ വെച്ച് തന്നെ. പരലോകത്ത് സത്യവിശ്വാസികൾക്കും പ്രവാചകന്മാർക്കും സഹായം ഉണ്ടാവും. പക്ഷേ ദുനിയാവിലും നമ്മൾ പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും സഹായിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്. ഇനി സൂറത്തുൽ ഹജ്ജിലെ ഒരു വചനം, ഇന്നല്ലാഹ് യുദാഫിഉ അനില്ലദീന ആമനു. സത്യവിശ്വാസികളെ, അവർക്ക് ഡിഫൻസ്, സത്യവിശ്വാസികൾക്ക് പ്രതിരോധം അള്ളാഹു ആയിരിക്കും.
അള്ളാഹുവാണ് പ്രതിരോധിക്കുന്നത് സത്യവിശ്വാസികളെ. അപ്പം ഈ ഒരു ചിന്ത എന്ത് തന്നെ ചുറ്റുപാടുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സത്യവിശ്വാസികൾക്ക് പ്രതിരോധം തീർക്കുന്നവൻ അള്ളാഹുവാണ്. പക്ഷേ ഒൺലി വൺ കണ്ടീഷൻ, സത്യവിശ്വാസികളായിരിക്കണം എന്ന കണ്ടീഷൻ ഇവിടെയെല്ലാം നമുക്ക് കൃത്യമായി കാണാവുന്നതാണ്. സൂറത്തുൽ ബഖറയിലെ വേഴ്സസ് നമ്പർ 40, 40-ാമത്തെ ആയത്ത് അള്ളാഹു പഠിപ്പിക്കുന്നത് വഔഫു ബി അഹ്ദി ഊഫി ബി അഹ്ദിക്കും, വഔഫു ബി അഹ്ദി ഊഫി ബി അഹ്ദിക്കും. എൻ്റെ കരാറിനെ അവർ വീട്ടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർ പാലിക്കുന്ന പക്ഷം, ഞാൻ അവർക്കുള്ള വാഗ്ദത്തം ഞാൻ നിറവേറ്റും എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. പരാജയം നമുക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം ഉഹുദിൻ്റെ ചരിത്രം. ഉഹുദിൻ്റെ ചരിത്രത്തിൽ സഹാബികൾക്ക് ആദ്യ സന്ദർഭത്തിൽ ചെറിയ തിരിച്ചടി ഉണ്ടായി. പക്ഷേ അവസാനമായോ ലക്കിന്നൽ ആഖിബ ലിൽ മുത്തഖീൻ, ഒടുവിൽ ഉഹുദിലെ വിജയം സത്യവിശ്വാസികൾക്കായിരുന്നു. അവസാനം ഫൈനൽ വിജയം, വിക്ടറി എന്ന് പറയുന്നത് സത്യവിശ്വാസികൾക്കാണ് ഉഹുദിൽ ഉണ്ടായതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ സന്ദർഭത്തിലും ഓരോ നിമിഷവും നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു കൃത്യമായ സത്യവിശ്വാസിയാകാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ആയത്താണ് അവസാനിപ്പിച്ചത്. നമ്മളെല്ലാം ഇന്ന് അവസാനമായി ഒരു പക്ഷേ ഓതിയ ആയത്ത് ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫല്യഅമൽ അമലൻ സാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ഇതാണ് ഇന്ന് നമ്മൾ ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് അവസാനമായി പാരായണം ചെയ്ത ആയത്ത്. എന്താണ് ആയത്തിൻ്റെ അർത്ഥം? ഫമൻ കാന യർജു ലിഖാ റബ്ബി, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യഅമൽ അമലൻ സാലിഹ, നിഷ്കളങ്കമായി പ്രവർത്തിക്കണം, യഥാർത്ഥ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, പങ്കു ചേർക്കാൻ പാടില്ല, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ആ രീതിയിൽ യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിക്കണമെന്ന് ഇന്ന് അവസാനമായി നമ്മൾ ഓതിയ ആയത്ത് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മതം നമ്മൾ മുറുകെ പിടിക്കണം. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ താല്പര്യം. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അള്ളാഹ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നിങ്ങളെ സഹായിക്കും. അള്ളാഹ് വിൽ പ്രൊട്ടക്റ്റ് യു ആൻഡ് നിങ്ങളുടെ പാദങ്ങൾക്ക് അള്ളാഹു ശക്തി നൽകും, ധൈര്യം നൽകും, നിങ്ങൾക്ക് കരുത്ത് നൽകും. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലെ വേഴ്സസ് നമ്പർ 7 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഒരു ഭാഗത്ത് ഇന്നിപ്പോൾ റിസൾട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് SIR, ദിസ് ഇസ് SIR വിക്ടറി എന്നൊരു പ്രതികരണം നമ്മൾ കാണാനിടയായി. അതിൽ ചിലപ്പോൾ സത്യമുണ്ടാവാം. കാരണം SIR ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചില സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ജാഗ്രതയോടെ കാണണം. നമ്മൾ അതിനെ വി ഡോണ്ട് ഹാവ് ടു അഫ്രൈഡ് ഓഫ് ദിസ്, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. എന്താണ് SIR എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മൾ 2002 ആ വോട്ടർ ലിസ്റ്റിൻ്റെ ബേസിലാണ് SIR ഫോം ഫില്ല് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാദറിനോ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനോ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതിൽ ഫാദറിന് വോട്ടില്ല എന്ന് കരുതാം, ഗ്രാൻഡ് ഫാദറിന് വോട്ടില്ല എന്ന് കരുതാം. നമ്മൾ പുതിയതായ രീതിയിൽ നമ്മളൊരു വോട്ടറായി അപേക്ഷിക്കണം. SIRൻ്റെ ഒരു ഡിമാൻഡാണ്, SIRൻ്റെ ഒരു രീതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. കാരണം ചിലർ പറയും, ഒരു പ്രസ് കോൺഫറൻസിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ അദ്ദേഹം പറയുന്നുണ്ട് ചാച്ച അങ്കിളൊക്കെ പറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ദർ ഈസ് നോ ഓപ്ഷൻ ഇൻ ഡ്രോപ്പ് ഡൗണിൽ അങ്ങനെയില്ല. ഡ്രോപ്പ് ഡൗണിൽ യുവർ റിലേറ്റീവ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ 4: മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. പക്ഷെ അവർ പറയും, വായ കൊണ്ട് പറയും ആരും പറ്റും, റിലേറ്റീവ്സ് ആരും പറ്റുമെന്ന് പറയും. പക്ഷേ നമ്മൾ കൊടുക്കുന്നതായ ഒരു ഫോം അത് അപ്ലോഡ് ചെയ്യുന്നത് BLO ആണ്, ബൂത്ത് ലെവൽ ഓഫീസർ. BLO ആണ്. BLO അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഈ 4 ഓപ്ഷനേ ഉള്ളൂ. ഏതാണ് 4 ഓപ്ഷൻ? 2002 ഫാദറിന് വോട്ടുണ്ടോ, 2002 മദറിന് വോട്ടുണ്ടോ, 2002 ഗ്രാൻഡ് ഫാദറിന് വോട്ടുണ്ടോ,
2002 ഗ്രാൻഡ് മദറിന് വോട്ടുണ്ടോ? ഈ 4 ഓപ്ഷനെ BLOക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം അവരുടെ ഓറൽ, അവരുടെ വായ്മൊഴികൾ മാത്രമാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മൾ ഇതിനെല്ലാം കാണണം. അങ്ങനെ കൃത്യമായി അത് വിജയം കാണുമ്പോൾ, അതിൻ്റെ രീതിയിൽ ചില ഇലക്ഷനുകൾ വിജയിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഐക്യത്തോടുകൂടി കർമ്മനിരതരായി കൃത്യമായി വിജിലൻ്റ് ആയിക്കൊണ്ട് നിലകൊള്ളാൻ നമ്മളെ കൊണ്ട് കഴിയണം. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമിയ, നമ്മൾ ഐക്യത്തോടു കൂടി നിൽക്കണം. ബിഹബ്ലില്ലാഹി ജമിയ വലാ തഫറഖു, നിങ്ങൾ ഛിന്ന ഭിന്നമാകാൻ പാടില്ല. ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനിക്കും, അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾക്കിടയിൽ നിങ്ങൾ രജ്ഞിപ്പുണ്ടാക്കണം. ഏകോദര സഹോദരന്മാരെ പോലെ നിങ്ങൾ നിൽക്കണം. ഇത് SIR കൊണ്ടാണ് വിജയിച്ചത് എന്ന് പറയുമ്പോഴും വേറെയും ചില കാരണങ്ങളില്ലേ? വേറെയും കാരണങ്ങളുണ്ട്. കാരണം എന്താ? ഇവിടെ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികളാ. പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് വ്യത്യസ്ത ചേരികളിലേക്ക് പോകാനുള്ള പല ശ്രമങ്ങളും നടക്കുന്നില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ വിചാരിക്കണം. ഈ ആയത്തിന് അവിടെ പ്രസക്തിയുണ്ട്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമിയ വലാ തഫറഖു, നിങ്ങൾ ഛിന്ന ഭിന്നരാകാൻ പാടില്ല. ഒരുപാട് പാർട്ടികൾ വന്ന് ഒരുപാട് വേഷങ്ങളിൽ വന്നുകൊണ്ട് മത്സരിക്കുമ്പോൾ പല തിരിച്ചടികളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ആ രീതിയിൽ നമ്മൾക്ക് വിജയം വേണമെങ്കിൽ, പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ, പ്രതിസന്ധികളെ മറികടക്കണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളതൊരു ഐക്യബോധം നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇനി നമ്മൾ ചില ആഗോള തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ മനസ്സ് തകർക്കുന്ന ചില കാഴ്ചകളാണ് സുഡാനിൽ നിന്ന് കാണാൻ കഴിയുന്നത്. മനസ്സ് തകർക്കുന്ന കാഴ്ചകൾ, സുഡാനിൽ കാണുന്ന കാഴ്ചകൾ ഫലസ്തീനിനെ പോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് തകർക്കുന്നത്. സഹോദരങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്നു. ഈ കാഴ്ചയാണ് നമ്മൾ സുഡാനിൽ കാണുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം, മിൻ അജ്ലി ദാലിക് കതബ്നാ അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, ആളുകളെ കൊല്ലുക, യാതൊരു കാരണവുമില്ലാതെ ആളുകളെ കൊന്നാൽ ഒരു സൊസൈറ്റിയെ കൊന്നതുപോലെയാണ്. ഓമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ആര് മനുഷ്യകുലത്തെ ജീവിപ്പിക്കുന്നുവോ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ അവസരം നൽകുന്നുവോ സമൂഹത്തെ മൊത്തത്തിൽ ജീവിപ്പിച്ചവനെ പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം വർത്തമാന കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രതിസന്ധികളെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് റെമഡീസ് ഒരുപാട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആ പരിഹാരം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ പല വിധത്തിലുള്ള പരാജയങ്ങൾ രുചിക്കേണ്ടി വരും, പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണേണ്ടി വരുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ക്ഷമിക്കണം, അതോടൊപ്പം നമ്മൾ ജീവിതത്തിൽ ജാഗ്രത പാലിക്കണം. വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രഖ്യാപനം, വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുക്കും കൈദുഹും ശൈഅ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, പ്രയാസങ്ങൾ ഉണ്ടാകും, അപ്പോൾ ക്ഷമിക്കണം. രണ്ടാമത്തത് വതത്തഖു, ഓൾവേസ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? തത്തക്കു എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് അർത്ഥം പറയുന്നത്. ജാഗ്രത വേണം, ജാഗ്രതയുണ്ടായിരിക്കണം, വിജിലൻ്റ് ആയിരിക്കണം. നമ്മൾ വിജിലൻ്റ് ആവുകയാണെങ്കിൽ ലയലുറുക്കും കൈതുകും ശയ്യ, ഒരർത്ഥത്തിലും അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. കുതന്ത്രങ്ങൾ ഉണ്ടാകും, അത് ഒരർത്ഥത്തിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ആലിമ്രാനിലെ 120-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വചനം കൂടി നമുക്ക് പരിചയപ്പെടാം. വഅലം അന്ന ഫിസ്സബ്രി അലാ മാ തക്റഹു ഖൈറൻ കസീറ. ചില കാര്യങ്ങൾ നിങ്ങൾ വെറുക്കുന്നുണ്ടാകും, പക്ഷേ അതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മയുണ്ടാകും നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ. പിന്നെയോ വഅന്ന നസ്റ മഅ സ്വബ്ർ, ക്ഷമ അതോടൊപ്പം എപ്പോഴും വിജയമുണ്ടാകും. ഇനി അടുത്തത് വഅന്നൽ ഫറജ മഅൽ കർബി മഅൽ ഖുറബ് എന്നും റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. ബുദ്ധിമുട്ടുകൾക്കൊപ്പം എന്തായാലും ഒരു സന്തോഷം ഉണ്ടാവും, അത് റസൂലിന്റെ വചനം. വഅന്ന മഅൽ ഉസ്രി യുസ്ര, പ്രയാസം ഉണ്ടായിട്ടുണ്ടോ, എന്തായാലും ഒരു ആയാസവും ഉണ്ടാകും, ഒരു എളുപ്പവും ഉണ്ടാകും, ഒരു സന്തോഷവും ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉറച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം, ഉറച്ചു നിൽക്കാൻ കഴിയണം. അള്ളാഹുവിനെ സ്മരിക്കണം, ഏതേത് സാഹചര്യത്തിലും
ഉറച്ചു നിന്ന് അള്ളാഹുവിനെ സ്മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. സൂറത്തുൽ അൻഫാൽ വേഴ്സസ് നമ്പർ 45 അള്ളാഹു പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ, നിങ്ങളൊരു ജനസമൂഹത്തെ നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ മീറ്റ് ചെയ്യാം, നിങ്ങൾ കാണുകയാണെങ്കിൽ, ഫസ്ബിതു വദ്കുറു അല്ലാഹ്, നിങ്ങൾ ഉറച്ചു നിൽക്കണം, അള്ളാഹുവിനെ സ്മരിക്കണം, കസീറ, ധാരാളം അള്ളാഹുവിനെ സ്മരിക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം, നിങ്ങൾ വിജയിച്ചേക്കാം. അപ്പൊ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, മാത്രമല്ല നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കുകയുമാണെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹു മതി, അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റിത്തരും. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിക്കോ, അള്ളാഹു മതി. ഇന്നല്ലാഹ ബാലിഉ അംരി, അള്ളാഹു കാര്യങ്ങൾ നിറവേറ്റിത്തരും. അള്ളാഹു എല്ലാ കാര്യത്തിനും ഒരു ഖദർ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വിജയം വരുന്ന വഴികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് വിജയം നമ്മളിലേക്ക് വരിക എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്, വറസൂല, അള്ളാഹുവിനെ ആരനുസരിക്കുന്നു, അള്ളാഹുവിന്റെ പ്രൊഫറ്റിനെ ആരനുസരിക്കുന്നു, വയഖ്ശല്ലാഹ്, ആരല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, വയത്തഖി, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയികൾ, അവരാണ് വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂർ ആയത്ത് നമ്പർ 52 അള്ളാഹു ഖുർആനിൽ വ്യക്തമായി പഠിപ്പിക്കും. ഇനി നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ഒരു ചെറിയ മക്കൾ പാരായണം ചെയ്യുന്ന ഒരു സൂറത്തില്ലേ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ നാശത്തിലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 4 സ്വഭാവമുള്ള ആളുകളൊക്കെ വിജയിച്ചവരാണെന്ന് ആ സൂറത്തിൽ തന്നെ പറയും. ഇല്ലല്ലദീന ആമനു, വിശ്വാസം, 1, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, വതബാസൗ ബിൽ ഹഖ്, സത്യത്തിന് വേണ്ടി എന്നും സത്യത്തിന് വേണ്ടി പോരാടുന്നവർ, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ അവലംബിക്കുന്നവർ. അപ്പം 4 ഗുണങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ പരാജിതരല്ല, ഒരിക്കലും പരാജിതരല്ല. അപ്പൊ അത് നിർബന്ധമായി നമുക്ക് വേണം. ഈ ചെറിയ സൂറത്തിലെ വലിയ ആശയം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. തിന്മകളോട് നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും സൂക്ഷ്മതയുണ്ടല്ലോ, അത് ആവശ്യമാണ്. അധിക ആളുകളുടെയും സൂക്ഷ്മത നഷ്ടപ്പെടുന്നത് അവരുടെ ഏണിങ്ങിലാണ്, സമ്പാദ്യത്തിലാണ്. സമ്പാദ്യം എന്തെങ്കിലും മുതലുണ്ടാക്കുമ്പോൾ, ജോലി ഉണ്ടാക്കുമ്പോൾ അവരുടെ ഏണിങ് വഴികളെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല. എങ്ങനെയാണ് മിൻ ഐനക്തസബ, എവിടുന്ന് സമ്പാദിക്കുന്നു, എങ്ങനെ സമ്പാദിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാറില്ല. അത് ചിന്തിക്കണം. തെറ്റായ വഴികളിലൂടെ ഒരു സമ്പാദ്യവും, ഒരു 1 റുപ്പീസ് പോലും നമ്മുടെ പോക്കറ്റിൽ നമ്മൾ നിക്ഷേപിക്കാൻ പാടില്ല. അത് നമ്മൾ ആലോചിക്കണം. അപ്പൊ തിന്മയോട് വഖിഹിം അസ്സയ്യിആത് വമൻ തഖിസ്സയ്യിആത് യൗമഇദിൻ ഫഖദ് റഹിംത വദാലിക ഹുവൽ ഫൗസുൽ അലീം. തെറ്റുകളിൽ നിന്ന് രാജി, അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തിന്മ അത് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ കുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അലീം, തെറ്റ് ചെയ്താൽ പരലോകത്തെ ശിക്ഷ, അതാണ് എൻ്റെ ഭയം എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. കൂനു മഅസ് സാദിഖീൻ, സത്യത്തിൻ്റെ ആളുകൾ, അതിൻ്റെ കൂടെ നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ നിത്യം എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന സന്ദേശം അത് നമ്മളോട് തന്നെ വി ഹാവ് ടു റിപ്പീറ്റ് ടു അവർ സെൽവ്സ്. നമ്മളോട് തന്നെ പറയണം. അതെന്താണ്? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ആ സന്ദേശം എന്ന് പറയുന്നത് വഖദ് വസ്സൈനൽ ലദീന ഊതുൽ ഖിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാകും അനിത്തഖുല്ലാഹ്. എവറി ഫ്രൈഡേ we have to advise to ourselves. നമ്മളോട് തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരേ ഒരു കാര്യം അനിത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതായ ഒരു ഉത്തരവാദിത്വം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മോട് തന്നെ നമ്മൾ പറയണം, അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറയണം. ചിലർ എന്താണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, നല്ല മഫ്തയിട്ട കുട്ടികളെ പാർട്ടി നേതാക്കന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു, മഫ്തയിട്ടുകൊണ്ട്. എന്നിട്ട് അതിനെ പോസ്റ്റ് ചെയ്യുന്നതായ മന്ത്രിമാർ. പക്ഷേ ഇവിടെയാണെങ്കിലോ മറ്റൊരു കാഴ്ച, ഇത് എൻ്റെ വേഷവിധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ നിയമസഭയിൽ വന്നിരിക്കുന്നതായ ഒരു ലേഡിയെ നമ്മൾ കാണുന്നു. അത് ഇവിടുത്തെ സുന്ദരമായ കാഴ്ച. ഇങ്ങനെയെല്ലാം നമ്മുടെ ലോകത്ത് നടക്കുമ്പോൾ ഏറ്റവും നല്ല സൂക്ഷ്മത എൻ്റെ ജീവിതത്തിലുണ്ടോ?
നമ്മുടെ വീട്ടിലുണ്ടോ, നമ്മുടെ കുടുംബത്തിലുണ്ടോ, നമ്മുടെ നാട്ടിലുണ്ടോ, മഹലിലുണ്ടോ? നമ്മൾ ആലോചിക്കണം. ആ രീതിയിൽ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ പരാജയപ്പെടില്ല. കാരണം അല്ലാഹു പറയുന്നു, നിങ്ങൾ എന്നെ സഹായിക്കുന്നുവെങ്കിൽ surely I will assist you, I will help you. This is the guarantee from Almighty Allah. ഇത് അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടിയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ ജീവിതത്തെ സമീപിക്കാനും ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സമ്പത്ത് എന്ന ചിന്ത അത് മാത്രമാവരുത് നമ്മുടെ ചിന്ത. അതിനപ്പുറം എന്തെങ്കിലും നല്ല ചിന്തയുണ്ടെങ്കിൽ അതുകൂടി നമ്മുടെ ചിന്തയാവണം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഹോസ്പിറ്റൽ ബില്ലിന് വേണ്ടി ഒരൊറ്റ ദിവസത്തിലേക്ക് ആ കുട്ടിക്കായത് 70,000 രൂപ. ആ കുട്ടി അന്നത്തെ രാവിലെ അഡ്മിറ്റ് ചെയ്തു, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുട്ടി മരിച്ചുപോയി. പക്ഷേ 70,000 രൂപ. എന്നിട്ട് മയ്യത്ത് വീട്ടിലെത്താൻ വൈകിപ്പോയി. കാരണം എന്താ? ബാക്കി പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട്. 20,000 കൊടുത്തത്, ബാക്കി 50,000 കൊടുക്കാനില്ലാത്തതുകൊണ്ട് മയ്യത്ത് 3 മണിക്ക് മരിച്ച കുട്ടി വീട്ടിലെത്തുന്നത് രാത്രി 9 മണിക്ക്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും. പക്ഷേ അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? സമ്പത്തിൽ മനുഷ്യൻ്റെ ഒരു ആർത്തിയുണ്ടല്ലോ, ഒരു താല്പര്യം, സാമ്പത്തികമായൊരു താല്പര്യം. അങ്ങനെയുള്ള ഒരു ലോകം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ അത്തരക്കാരിൽ ഉൾപ്പെടുന്ന ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. എല്ലാം ഈ ലോകത്തിൻ്റെ എന്താണ്? ഒരു ഭംഗി മാത്രമാണ് സമ്പത്ത്, സന്താനം എന്നതെന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് നമുക്കുണ്ടാവുക, പിന്നീട് ഏറ്റവും ഉന്നതമായി നമുക്കുണ്ടാവുക വൽബാഖിയാത്തു സ്വാലിഹാത്ത്. അത് മാത്രമേ നമ്മുടെ ജീവിതം ഖൈറുൻ ഇൻദ റബ്ബിക് സവാബൻ വഖൈറുൻ അമല എന്നതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാവുക. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ അടുത്തു വന്ന് പറഞ്ഞു, തൗബ ചെയ്യാൻ വളരെ താല്പര്യം, തൗബ ചെയ്യാൻ വളരെ ആഗ്രഹമുണ്ട്. കാരണം എന്താ? പലിശയിൽ പെട്ടുപോയി, അതിൽ നിന്ന് രക്ഷപ്പെടണം. വീട് പണയത്തിലായിപ്പോയി, ജീവിതത്തിൽ അറിയാതെ വന്ന തെറ്റാണ്. പക്ഷെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിതരാവണം. എന്താണ് ഒരു മാർഗം? 1,23,598 രൂപ ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ കുടുങ്ങിക്കെടുക്കുകയാണ്. എന്താ ചെയ്യുക? ഈ സന്ദർഭത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അവതരിപ്പിക്കുക, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ അന്നൊരു അബൂ തൽഹ ഉണ്ടായിരുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ബൈറുഹ എന്ന് പറയുന്നതായ സ്ഥലത്തെ തോട്ടം ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ രക്ഷിക്കാൻ, അവരെ സഹായിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അബൂ തൽഹമാർ നമ്മളിൽ നിന്നുണ്ടാവണം. അന്ന് ഈ ഒരു ആയത്തിറങ്ങിയപ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല മുതൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളായി തീരുകയില്ല എന്ന് ഖുർആനിൽ ആയത്തിറങ്ങിയ പാട് അബൂ തൽഹക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്വത്ത് ഞാൻ വീതം വെക്കുകയാണ്, എൻ്റെ സ്വത്ത് ഞാൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുക. റസൂൽ കുറേ പറഞ്ഞു, ഹാദാ മാലുൻ റാബിഹ്, ഇത് നല്ല പ്രൊഫിറ്റബിൾ ആയിട്ടുള്ളതായ ഒന്നാണ്, അതിങ്ങനെ കൊടുക്കണ്ട, അത് പൂർണ്ണമായിട്ട് കൊടുക്കണ്ട എന്നൊക്കെ റസൂല് പറഞ്ഞെങ്കിലും പക്ഷേ അബൂ തൽഹ അതിൽ ഉറച്ചു നിന്ന്, എനിക്കിത് ചെലവഴിച്ചേ പറ്റൂ റസൂലേ എന്ന് അബൂ തൽഹ പറഞ്ഞപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടേ, നമ്മളിൽ അബൂ തൽഹയുടെ സ്വഭാവം നമ്മളിൽ വളർന്നു വരേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു മെസ്സേജ്, ചില നമ്മളുടെ മരണത്തെക്കുറിച്ചുള്ളതായ ചില മെസ്സേജുകൾ നമ്മെ ഉണർത്തേണ്ടതാണ്. ഒരാളോട് ചോദിച്ചു, കൈഫ ഹാലക് എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ കൈഫ അൻത് എന്ന് അറബിയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാല ഇഖ്തറബൽ ബഈദ് വതഫറഖൽ ഖരീബ് വസാറൽ ഇത്നാനി സലാസ. ഇതായിരുന്നു ഹിസ് റീപ്ലൈ വാസ് ലൈക്ക് ദിസ്. അദ്ദേഹത്തിൻ്റെ റീപ്ലൈ ഇങ്ങനെ 3 വാക്കുകളാണ്. ഇഖ്തറബൽ ഖരീബ്, വിദൂരതയിലുള്ള എൻ്റെ ചങ്ങാതി ഇപ്പോൾ അടുത്ത് വരുന്നുണ്ട്. വതഫറഖൽ ഖരീബ്, അടുത്തുള്ള ചിലരൊക്കെ ഇങ്ങനെ വിദൂരമായി പോകുന്നുണ്ട്. പിന്നെയോ വസാറൽ ഇത്നാനി സലാസ,
2 ചില കാര്യങ്ങൾ ഇപ്പോൾ 3 ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലെ കമൻസുകളൊന്ന് ജസ്റ്റ് ഐ ഹാവ് റെഡ്, ഞാൻ വായിച്ചു നോക്കി. അപ്പോൾ എന്താണെന്നറിയാം എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഇഖ്തറബൽ ഖരീബ്, ദൂരെയുള്ള ചങ്ങാതി അടുത്ത് വരുന്നുണ്ട് പറഞ്ഞാൽ മരണം. എവരി ഡേ കമ്മിങ് ടു മീ, എല്ലാ ദിവസവും മരണം എന്നിലേക്ക് വരുന്നുണ്ട്. വതഫറക്കൽ ഖരീബ്, അടുത്തുള്ളവരൊക്കെ പോകുന്നുണ്ട് പറഞ്ഞാൽ ഞാനിങ്ങനെ വയസ്സായി തുടങ്ങിയപ്പോൾ ആളുകളൊക്കെ കുടുംബങ്ങളൊക്കെ പതുക്കെ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. പിന്നെയോ ഒസാറല്ല ഇതിനാനി തലാത്ത, ഞാൻ 2 ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ 3 ആയിട്ടുണ്ട് പറഞ്ഞാൽ എനിക്കിപ്പോഴേ ഐ ആം ഡിപ്പെൻഡിങ് ഓൺ എ സ്റ്റിക്ക് നൗ. ഇപ്പം ഞാനിങ്ങനെ വടി പിടിച്ച് നടക്കുകയാണ്. അപ്പം ആ സമയമൊക്കെ ആയിട്ടുണ്ട് എന്നാണ് കൈഫ ഹാലക് എന്ന ചോദ്യത്തിന് മറുപടി കൊടുത്തത്. അൽഹംദുലില്ലാ എന്ന് ആദ്യമുണ്ട്, അതിനുശേഷമുള്ള മറുപടിയാണിത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഓരോ ദിവസവും ഈ ഒരു യാഥാർത്ഥ്യം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പം നമ്മൾ എത്ര ഓടിയിട്ടും കാര്യമൊന്നുമില്ല. ചിലർ പറയും കണ്ണൂർ കല്ല്, കണ്ണൂരിലെ കല്ല് ഇറ്റ് ഈസ് സ്ട്രോങ്, വളരെ ഉറപ്പാണ്, അതുകൊണ്ട് തന്നെ അത് വീടുണ്ടാക്കാൻ അത് വളരെ നല്ലതാണ് എന്ന് ചിലർ പറയും. എന്നിട്ട് കണ്ണൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്യും, കോഴിക്കോടേക്കും മാംഗ്ലൂരിലേക്കും മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ കണ്ണൂരിലെ കല്ല് കൊണ്ടുപോകും. പക്ഷേ ഖുർആനിൻ്റെ പ്രഖ്യാപനം എന്താണെന്നറിയോ? ഖുർആൻ പറയുന്നത് കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖിക്കും ഐനമാ തകൂനു യുദ്രിക്കുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം പിടികൂടും, അത് നിങ്ങൾ ശക്തമായ കോട്ടകൾക്കുള്ളിലാണെങ്കിൽ. കണ്ണൂർ കല്ലുകൊണ്ടൊന്നും സാധ്യതയില്ല, കണ്ണൂർ കല്ലൊന്നും നമ്മളെ രക്ഷപ്പെടുത്തൂല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം. അപ്പം നമ്മൾ ഉണ്ടാക്കേണ്ടത് ആ കല്ലിനേക്കാളും വലിയ ശക്തി ഈമാനാണ്. ഈമാൻ ഈസ് പവർഫുൾ. അതാണ് നമ്മളുടെ കോൺസെൻട്രേഷൻ, ഈമാനായിരിക്കണം. ഈമാൻ നമ്മൾ ശക്തിപ്പെടുത്തിക്കോ, അതിൽ നമ്മൾ SIR നമുക്ക് അതിജയിക്കാം. വേറെ എന്തെങ്കിലും ആറുകളുണ്ടെങ്കിൽ അതിനെയും നമുക്ക് എന്താക്കാൻ ചെയ്യും? വി ക്യാൻ ഓവർകം ഓൾ ദീസ് തിങ്സ്. നമുക്ക് പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഈമാൻ അത് കൃത്യമായിരിക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീത്ത് ഉണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീത്ത്. എന്താ അറിയോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്കയിലേക്ക് ഇങ്ങനെ ഇബ്നു ഉമർ, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ദീനാർ പറയാൻ, ഞാൻ ഇബ്നു ഉമറിൻ്റെ കൂടെ മക്കയിലേക്ക് ഇങ്ങനെ യാത്ര പോവുകയാണ്. ആ സമയത്ത് ഞങ്ങൾ ഒരു ആട്ടിടയനെ കണ്ടു, ഒരു ഷെപ്പേർഡ് ആട്ടിടയനെ കാണുകയുണ്ടായി. ഫഖാല ലഹു ഇബ്നു ഉമർ അറാഇൻ ഖാല നഅം ഖാല യബിഅനി ശാത മിനൽ ഗനം, ഒരു ആട്, ഗിവ് മീ വൺ, ഒരു ആട് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വഖാല ഇന്നി മംലൂക്ക്, ഇതെൻ്റെതല്ല, എൻ്റെ യജമാനൻ്റേതാണ്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ യജമാനനോട് അത് ചെന്നായ പിടിച്ചെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മറുപടി ഉണ്ടല്ലോ, ഫഅൈനല്ലാഹ്, പിന്നെ അള്ളാഹുവിന് എന്ത് പ്രസക്തിയാ? നിങ്ങൾ ചെന്നായ പിടിച്ചു എന്ന് ഞാൻ എൻ്റെ യജമാനനോട് സയ്യിദിനോട് പറയുകയാണെങ്കിൽ ഐനല്ലാഹ്, അള്ളാഹു എവിടെ? അള്ളാഹുവിൻ്റെ വിലയെന്താണ് എന്ന് ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ, അതാണ് ദാലിക ഹുവൽ ഈമാൻ, ദാലിക ഹുവൽ ഈമാൻ, അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് വി ഹാവ് ടു സ്ട്രെങ്തൻ അവർ ബിലീഫ് ഇൻ ഓൾമൈറ്റി അല്ലാഹ്. അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മൾ ബലപ്പെടുത്തേണ്ടതുണ്ട്, ഏത് ഘട്ടത്തിലും ബലപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് എല്ലാത്തിനെയും നമ്മൾക്ക് എന്താണ് ആ രീതിയിൽ തകർക്കാനും തോൽപ്പിക്കാനും കഴിയുക ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമായിരിക്കും. അത് നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നല്ല വിശ്വാസികളായി, നല്ല അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവരായി, അള്ളാഹു ഈമാനുള്ള മുഅ്മിനായ യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്, അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. 1 മാസം മുമ്പ് ഉമ്മ മരിച്ച, അതുപോലെ ഉപ്പ മരിച്ച, സഹോദരങ്ങൾ മരിച്ച, അടുത്തിടെ മരിച്ച പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. ആശുപത്രിയിൽ നിന്ന് രോഗികളാൽ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. കുട്ടികളായിട്ടുള്ള ആളുകൾ, ഷുഗർ പേഷ്യൻസുകളുണ്ട്, മറ്റുള്ളവർ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി ഫയാ ഖാദിയൽ ഹാജാത്ത് اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.